ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് മുന്നായിട്ട് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം. നമ്മൾ എക്സാമിന് മുന്നേ കംപ്ലീറ്റ് സിലബസും തീർത്തിരിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്യാത്തത്. അതിന് പകരമായിട്ട് നമ്മൾ ടെലഗ്രാമിൽ ഡെയിലി ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് എങ്കിലും ഡെയിലി പോൾസ് ആയിട്ട് ഇടുന്നുണ്ട്. 2024 PSC ചോദിക്കുന്ന ആ കറണ്ട് അഫയേഴ്സിൻ്റെ ആ ഏരിയ നോക്കിയിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പോൾസ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഒരു 50 ദിവസം എന്ന് പറയുമ്പോൾ ഒരു 250 ക്വസ്റ്റ്യൻസോളം നമ്മളവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ 5 ക്വസ്റ്റ്യൻ അല്ല, 5 ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസിൻ്റെ എല്ലാം ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിലാക്കിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിലെല്ലാം തന്നെ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് തിരിച്ചിട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റ്. നമ്മളൊരു 4ഓളം ടോപ്പിക്സ് ഇതിനകം കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ മാത്സ് പാരലലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പൊതുജനാരോഗ്യവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗമാണ്. അതും അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ട. ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായിട്ട്, അതായത് ഈ ഭാഗത്തു നിന്ന് പ്രീവിയസ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഈ വീഡിയോ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണേ. ഇതൊക്കെ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇത് പഠിക്കാതെ എക്സാമിന് പോകരുത്. കാരണം നമ്മൾ റാങ്ക് മേക്കിങ്ങിൻ്റെ പുറകെ പോകുമ്പോൾ എല്ലാവരും എഴുതുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ കിട്ടണം ആദ്യം. അതാണ് ആദ്യം വേണ്ടത്. റാങ്ക് മേക്കിംഗ് മാത്രം എഴുതിയോണ്ട് ഒരാൾ ലിസ്റ്റിൽ വരില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ അറിയണം. ബാക്കിയുള്ളവർ എഴുതുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ കിട്ടണം. ഇത് പിന്നെ പ്രിലിമിനറി ആണ്. നിങ്ങളുടെ മാർക്ക് 100 വേണം എന്നൊന്നുമില്ല. നമ്മൾ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു പോവുക, സിലബസ് കവർ ചെയ്യുക. റാങ്ക് മേക്കിംഗ് പഠിച്ച് പല ഭാഗങ്ങളും നമ്മൾ വിട്ടുപോകും. അപ്പോൾ നമുക്ക് സമയം കിട്ടാതെ വരും. അതുകൊണ്ട് എല്ലാ ഏരിയയിൽ നിന്നുള്ള PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്? ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്തായിട്ട്. ഇന്ത്യ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്ത്. ഇനി ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം, അതായത് ഇന്ത്യയുടെ ഉത്തരാക്ഷാംശമാണ് അക്ഷാംശ സ്ഥാനം എവിടെയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തിനും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും ഇടയിലാണ്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും ഇടയിലാണ് അക്ഷാംശ സ്ഥാനം. രേഖാംശ സ്ഥാനം എവിടെയാണ്? രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റിനും 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റിനും ഇടയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, SCERT ഫാക്റ്റുമാണ്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്, 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ്, 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ആണ് രേഖാംശ സ്ഥാനം. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. തന്നെയാണ് പ്രിലിംസിന് ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ ഇനി അക്ഷാംശീയ വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചാൽ അക്ഷാംശീയ വ്യാപ്തി അല്ലെങ്കിൽ രേഖാംശീയ വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് എഴുതാൻ കിട്ടും. കാരണം ഇതിൻ്റെ ആ ഡിഫറൻസാണ് ചോദിക്കണേ. കണ്ടോ, ഇതും തമ്മിലുള്ള ഏകദേശ ഡിഫറൻസ് 8, 37 തമ്മിലുള്ള ഏകദേശ ഡിഫറൻസ് 30 ആണ്. ഇവിടെ അത് 68, 97 ഏകദേശ ഡിഫറൻസ് എത്രയാണ്? 30 ആണ്. അപ്പോൾ 30 ഡിഗ്രിയാണ് അതിൻ്റെ അക്ഷാംശീയ വ്യാപ്തി അല്ലെങ്കിൽ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത്. കൂടുതലും ഈ ഒരു പേജിൽ നിന്ന് തന്നെ ആയിരിക്കും മിക്കതും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. കാരണം ഇത് തന്നെ ഒരുപാട് തവണ പേജ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്താണ്, ഉത്തരാർദ്ധഗോളത്തിലാണ്. അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തിനും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും ഇടയിലാണ്. രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റിനും 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റിനും ഇടയിലാണ്. അക്ഷാംശീയ വ്യാപ്തി അല്ലെങ്കിൽ രേഖാംശീയ വ്യാപ്തി എന്ന് ചോദിച്ചാൽ അത് 30 ഡിഗ്രിയാണ്. ഇനി ഇന്ത്യൻ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ലോക ഭൂവിസ്തൃതിയുടെ
ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42%. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42%. ഇനി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7ാം സ്ഥാനമാണ്. 7ാം സ്ഥാനം. അപ്പോൾ ഇന്ത്യക്ക് മുമ്പുള്ള 6 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? RC ക്യൂബ എന്ന് പറയുന്ന കോഡ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഏതൊക്കെയാണ്? റഷ്യ, കാനഡ, ചൈന, പിന്നെ ഏതാണ്? USA അമേരിക്ക, പിന്നെ ഏതാണ്? ബ്രസീൽ, ഓസ്ട്രേലിയ. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഇന്ത്യ വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം റഷ്യ, കാനഡ, ചൈന, USA, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ. അപ്പോൾ ഇന്ത്യ കഴിഞ്ഞ് ഇനി വരുന്ന 3 ആൾക്കാർ, ഇന്ത്യ കഴിഞ്ഞ് വരുന്നത് അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? അർജന്റീന. ഇന്ത്യ കഴിഞ്ഞാൽ അർജന്റീന, പിന്നെ കസഖ്സ്ഥാനാണ്. കസഖ്സ്ഥാനാണ്. അത് കഴിഞ്ഞ് അൾജീരിയ. അപ്പോൾ ഇത് ഈ 3 എണ്ണം കൂടി 10 എണ്ണം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇന്ത്യ കഴിഞ്ഞ് വരുന്നതാണ് അർജന്റീന, കസഖ്സ്ഥാൻ, അൾജീരിയ. ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യക്ക് മുന്നെയാണ് ഓസ്ട്രേലിയ, ഇന്ത്യക്ക് ശേഷമാണ് അർജന്റീന. അപ്പോൾ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 2 എണ്ണം കൂടിയും അർജന്റീന, കസഖ്സ്ഥാൻ, അൾജീരിയ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറഞ്ഞാൽ 3214 കിലോമീറ്റർ ആണ്. 3214 കിലോമീറ്റർ. അപ്പോൾ PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ മൈലിലും ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 1997 മൈലാണ്. 1997 മൈൽ. ഇനി കിഴക്ക് പടിഞ്ഞാറ് നീളമാണെങ്കിലോ 2933 കിലോമീറ്റർ ആണ്. അത് എത്ര മൈലാണ്? 1822 മൈലാണ്. 1822 മൈൽ. അപ്പോൾ തെക്ക് വടക്ക് നീളം 3214 അല്ലെങ്കിൽ 1997 മൈൽ. കിഴക്ക് പടിഞ്ഞാറ് 2933 അല്ലെങ്കിൽ 1822 മൈലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിട്ടുള്ളതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉൾപ്പെടുന്നത് നമുക്കറിയണം. 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നത്. 7 രാജ്യങ്ങൾ. ഏതൊക്കെയാണ് ആ 7 രാജ്യങ്ങൾ? ഇന്ത്യ എന്തായാലും ഉണ്ട്. ഇന്ത്യ. പിന്നെ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. പിന്നെ ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ്. പിന്നെ ഏതായിരിക്കും? ഭൂട്ടാനും നേപ്പാളും. ഭൂട്ടാൻ, നേപ്പാൾ. ഓക്കെ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്, ഭൂട്ടാൻ, നേപ്പാൾ. ഈ 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപുമാണ്. ഇനി ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ പഠിക്കണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ. വടക്ക് എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് നമുക്കറിയാം ഹിമാലയമാണ്. തെക്ക് ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ് തെക്ക്. വടക്ക് കിഴക്ക് പൂർവാചലാണ്. ഇനി അടുത്തത് ഏതാണ്? വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, സുലൈമാൻ നിരകളാണ് കേട്ടോ. ഹിന്ദുക്കുഷ് പർവ്വതനിരകളും സുലൈമാനുമാണ്. എവിടെ? വടക്ക് പടിഞ്ഞാറ്. അപ്പം വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. കൂടുതൽ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. വടക്ക് ഹിമാലയം, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. ഇനി വടക്ക് കിഴക്ക് പൂർവാചൽ, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് മലനിരകളും സുലൈമാൻ മലനിരകളുമാണ്. ഇനി തെക്ക് കിഴക്ക് ഇത് നോട്ട് ചെയ്യണം. തെക്ക് കിഴക്ക് ഏതാ? ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടലാണ് എവിടെയുള്ളത്? തെക്ക് കിഴക്ക് ഭാഗത്തുള്ളത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏതാ? അറബിക്കടൽ. ഇത് പഠിക്കാൻ എളുപ്പം ഉണ്ടായിരിക്കും. അറബിക്കടൽ നമുക്ക് അറിയുന്നതാണ്. തെക്ക് ഇതാണല്ലോ നോർത്ത്, ഇത് സൗത്ത്, ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്.
സൗത്ത് എന്താ, ഇന്ത്യൻ മഹാസമുദ്രമാണുള്ളത്, നോർത്തിൽ ഹിമാലയമാണുള്ളത്. ഇനി തെക്ക് കിഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, ഈ ഭാഗത്ത് തെക്ക് പടിഞ്ഞാറുള്ളത് അറബിക്കടലുമാണ്. ഇനി ഈ രണ്ട് ഭാഗം കൂടെ പഠിച്ചു വയ്ക്കുക. ഏതാണ് നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കുള്ളത് ഇവിടെ പൂർവാചൽ, ഇവിടെയാണെങ്കിൽ ഹിന്ദുക്കുഷ് മലനിരകൾ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കായിട്ട് നമുക്കറിയാം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഏതാണ്, ഇന്ത്യൻ മഹാസമുദ്രമാണ് അല്ലേ. അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂവിഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണെന്നറിയാം. ഈ സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂവിഭാഗം എന്താണ്, ഇന്ത്യൻ ഉപദ്വീപാണ്. അപ്പോൾ ഉപദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതിനെയാണ് ചോദിച്ചിട്ടുണ്ട്. ഉപദ്വീപ് 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടത്, സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ഉപദ്വീപ്. ആ കരയുടെ 3 ഭാഗത്തും എന്താ, സമുദ്രമാണ്. അപ്പം 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്തും കൂടെ പറയാം, വൻകരകളിൽ നിന്നും സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന കരഭാഗം, വൻകരകളിൽ നിന്ന് സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്നത്. അപ്പം അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂവിഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ. ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം, ഇതൊക്കെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാ, ഹിമാചൽ പ്രദേശാണ്, ഹിമാചൽ പ്രദേശ്. തെക്കേ അറ്റത്ത് ആരാണുള്ളത്, തമിഴ്നാട്, തെക്കേ അറ്റത്തുള്ളതാണ് തമിഴ്നാട്. കിഴക്കേ അറ്റത്തുള്ളതാണ് അരുണാചൽ പ്രദേശ്, പടിഞ്ഞാറേ അറ്റത്തുള്ളത് ഏതാണ്, ഗുജറാത്താണ്, പടിഞ്ഞാറേ അറ്റം ഗുജറാത്താണ്. അപ്പോൾ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്, തെക്കേ അറ്റം തമിഴ്നാട്, കിഴക്കേ അറ്റത്ത് അരുണാചൽ പ്രദേശ്, പടിഞ്ഞാറേ അറ്റത്ത് ഗുജറാത്ത്. അപ്പോൾ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്, ലഡാക്കാണ് വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം. തെക്കേ അറ്റത്തെ ആണെങ്കിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളാണ്. ഓക്കെ. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. വടക്കേറ്റം, തെക്കേറ്റം, അതിൻ്റെ കേന്ദ്രഭരണ പ്രദേശങ്ങളും പഠിച്ചു വയ്ക്കുക. ഇനി വടക്കേ അറ്റം അറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാകോൾ എന്നാണ്. ഇന്ദിരാകോൾ എന്നാണ് വടക്കേ അറ്റം അറിയപ്പെടുക. അതെവിടെയാണ്, ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കേ അറ്റം അറിയപ്പെടുന്നത് എന്താ, ഇന്ദിരാ പോയിന്റ്. തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് എന്നാണ്, ഇന്ദിരാ പോയിന്റ്. അതെവിടെ സ്ഥിതി ചെയ്യുന്നത്, ഗ്രേറ്റ് നിക്കോബാറിലാണ്, ഗ്രേറ്റ് നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ തന്നെ നമ്മൾ വേറൊരു പേര് വിളിക്കും, എന്താണ്, പിഗ്മാലിയൻ പോയിന്റ് എന്നും, അതുപോലെ തന്നെ പാഴ്സൺ പോയിന്റ്, ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. പിഗ്മാലിയൻ പോയിന്റ്, പാഴ്സൺ പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമാണ്. എന്നാൽ ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചാൽ, ഇന്ത്യയുടെ അല്ല, ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ അത് കന്യാകുമാരിയാണ്. കന്യാകുമാരി തമിഴ്നാടാണ്. ഇനി കിഴക്കേ അറ്റം കിബിത്തു എവിടെ, അരുണാചൽ പ്രദേശ്. കിഴക്കേ സംസ്ഥാനം അരുണാചൽ പ്രദേശ് അല്ലേ. അപ്പോൾ കിബിത്തു ആണ് കിഴക്കേ അറ്റം. പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത് ഗുഹാർ മൂർത്തി എവിടെയാ, ഗുജറാത്തിലാണ്. നമ്മുടെ വടക്കേറ്റത്തെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്താണ്, ഗുജറാത്തിലെ ഗുഹാർമൂർത്തി. അപ്പോൾ വടക്കേ അറ്റം ഇന്ദിരാകോൾ ലഡാക്കിലാണ്, തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാറിലാണ്. അതറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പിഗ്മാലിയൻ പോയിന്റ്, പാഴ്സൺ പോയിന്റ്. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം പക്ഷേ കന്യാകുമാരിയാണ്, തമിഴ്നാട്. കിഴക്കേ അറ്റം കിബിത്തു അരുണാചൽ പ്രദേശിലാണ്. പടിഞ്ഞാറേ അറ്റം ഗുഹാർമൂർത്തിയാണ്, ഗുജറാത്ത്. ഇനി ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ്, ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം 7516.6 കിലോമീറ്റർ ആണ്. 7516.6 കിലോമീറ്റർ ആണ്. കടൽ തീരമുള്ള 9 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ പഠിച്ചിരിക്കണം. താഴെ തന്നിട്ടുള്ളതിൽ കടൽ തീരമുള്ളത് ചോദിക്കാറുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ, കർണാടക, പിന്നെ ഏതാണ്, കേരളം, തമിഴ്നാട്,
ആന്ധ്രാപ്രദേശ്, പിന്നെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ആ ഓർഡറിൽ തന്നെ അങ്ങ് പോവുക. ഏതാണ്? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ. ഓക്കെ, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തുള്ളത് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. കിഴക്ക് ഭാഗത്തുള്ള ഒഡീഷ, വെസ്റ്റ് ബംഗാളൊക്കെ കടൽ തീരം ഉള്ള സംസ്ഥാനങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ഏറ്റവും കുറവാണെങ്കിൽ ഗോവയാണ്. കുറവ് ഗോവയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഗുജറാത്താണ്. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറും. ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ്. പിന്നെ ഏതൊക്കെയാണുള്ളത്? പുതുച്ചേരി, പിന്നെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദീവ്. ഇതൊക്കെയാണ് എന്ത്? കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇതെല്ലാം. കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ഇത് മസ്റ്റായിട്ട് നോട്ട് ചെയ്തിരിക്കുക. ഇതും കൂടെ പറ്റുമെങ്കിൽ നോക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഗുജറാത്തിലാണെന്നും കുറവ് ഗോവയിലാണെന്നും ഏറ്റവും കൂടുതലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണെന്നും ഓർത്തിരിക്കുക. ആ ദൈർഘ്യം പഠിക്കുക. എത്രയാണ്? 7516.6 കിലോമീറ്റർ ആണ്. ഇനി അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയെല്ലാം കൂടി സംഗമിക്കുന്നത് നമുക്കറിയാം. എവിടെയാണ് ബംഗാൾ ഉൾക്കടൽ? ഇവിടെയാണ് നമ്മുടെ അറബിക്കടൽ, ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടി സംഗമിക്കുന്ന സ്ഥലമാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്തിത് വയ്ക്കുക. ഇനി ഇന്ത്യയുടെ സമയമേഖലകൾ. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ രാജ്യമാണ് കേട്ടോ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ രാജ്യമാണ് എന്ത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ സമയമേഖലകൾ എത്രണ്ണാണുള്ളത്? ഒരെണ്ണാണുള്ളത്. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം 1 ഇനി സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖ ഏതാണ്? സമയം കണക്കാക്കാനായിട്ട് നമ്മൾ അക്ഷാംശ രേഖയാണോ രേഖാംശ രേഖയാണോ ഉപയോഗിക്കുക? രേഖാംശ രേഖ. സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖ രേഖാംശ രേഖയാണ്. അപ്പോൾ ഈ രേഖാംശ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ. ഉണ്ടോ? ഉത്തര ദക്ഷിണ, ഇതിങ്ങനെ പോകുന്നതാണ്. ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് രേഖാംശ രേഖ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തടുത്ത രേഖാംശങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്തടുത്ത രേഖാംശങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ്? സമയവ്യത്യാസം എന്ന് പറയുന്നത് 1 ഡിഗ്രി അല്ലെങ്കിൽ 4 മിനിറ്റ്. 1 ഡിഗ്രി അല്ലെങ്കിൽ 4 മിനിറ്റ് ആണ് അടുത്തടുത്ത രേഖാംശങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം. ഇനി ആകെ രേഖാംശ രേഖകൾ എത്ര എണ്ണം ഉണ്ട്? രേഖാംശ രേഖകളുടെ എണ്ണം ആകെ രേഖാംശ രേഖകളുടെ എണ്ണം 360 ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു സമയമേഖലയേ ഉള്ളൂ. സമയം കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് രേഖാംശ രേഖയാണ്. ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖ എന്ന് പറയുന്നത്. അടുത്തടുത്ത രേഖാംശങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ്? 4 മിനിറ്റ് അല്ലെങ്കിൽ 1 ഡിഗ്രി ആണ്. ആകെ രേഖാംശ രേഖകളുടെ എണ്ണം എത്രയാണ്? 360 ആണ്. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി. 82.5 ഡിഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം, അതായത് കിഴക്ക് പൂർവ്വ രേഖാംശം. ഓക്കെ, 82.5 ഡിഗ്രി അഥവാ 82 ഡിഗ്രി 30 മിനിറ്റ് ഇങ്ങനെയും പറയാം മിനിറ്റിൽ പറയുമ്പോൾ. ഇത് 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം എന്നുള്ളതാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇനി ഈ ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്ന 2 സ്ഥലങ്ങളുണ്ട്. ഏതാണ്? അലഹബാദും ഇമ്പോർട്ടൻ്റ് ആണ്.
അലഹബാദ് എവിടെയാണ്? ഉത്തർപ്രദേശ്. അലഹബാദ് ഉത്തർപ്രദേശും അതേപോലെ തന്നെ കാക്കിനാട എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. കാക്കിനാട ആന്ധ്രാപ്രദേശ്, അലഹബാദ് ഉത്തർപ്രദേശിലൂടെയാണ് മാനകരേഖാംശം കടന്നു പോകുന്നത്. ആ സ്ഥലങ്ങൾ ഇനി എത്ര സംസ്ഥാനങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്? 5 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാ? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. പിന്നെ ഏതാണ്? ഒഡീഷയും ഛത്തീസ്ഗഡ്. ഓക്കെ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ഇത് ആന്ധ്രാപ്രദേശാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? മാനകരേഖാംശം കടന്നു പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ആ വേർഡ് നോക്കണം, മുന്നിലാണ്, പിന്നിലല്ല. അങ്ങനെയും തരും ഓപ്ഷനിൽ. 5.5 മണിക്കൂർ മുന്നിൽ ഇന്ത്യൻ സമയമാണ്. ഗ്രീനിച്ചിനേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയിലെ സമയം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ സമയമാണ് കൂടുതൽ, 5.5 മണിക്കൂർ മുന്നിലാണ് നിൽക്കുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിൽ, ഈ കിഴക്കേറ്റവും പടിഞ്ഞാറേറ്റവും, അതായത് അരുണാചൽ പ്രദേശും ഗുജറാത്തിൻ്റെയും ആ ഭാഗമാണ്. പടിഞ്ഞാറ് ഗുജറാത്തും അരുണാചൽ പ്രദേശ് കിഴക്ക് ഭാഗത്ത് തന്നെ. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ 2 മണിക്കൂറാണ്. ഏകദേശ സമയ വ്യത്യാസം 2 മണിക്കൂറാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയ വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ അത് 2 മണിക്കൂറാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഇനി ഉത്തരായന രേഖയെ പറ്റി പഠിക്കാം. അപ്പോൾ ഉത്തരായന രേഖ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ്. പ്രധാന അക്ഷാംശ രേഖയാണ് എന്ത്? ഉത്തരായന രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉത്തരായന രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23.5 ഡിഗ്രി അക്ഷാംശ രേഖ എന്ന് പറയപ്പെടും. 23.5 ഡിഗ്രി വടക്ക്, 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്നതും ഉത്തരായന രേഖയാണ്. കർക്കിടക വൃത്തം എന്നും ഇതറിയപ്പെടാറുണ്ട്. കർക്കിടവൃത്തം എന്നും കൂടെ ഇത് അറിയപ്പെടാറുണ്ട്. ഇനി ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതാണ് പ്രീവിയസ് ചോദിക്കാറുള്ളതാണ്. പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് പറഞ്ഞു. 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖയാണ്, വടക്ക് അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ വേർതിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഉഷ്ണമേഖല, മിതോഷ്ണമേഖല എന്നിങ്ങനെ ഇന്ത്യയെ വേർതിരിക്കുന്നത്. എങ്ങനെയാ? ഉഷ്ണമേഖല, മിതോഷ്ണമേഖല എന്നിങ്ങനെ ഇന്ത്യയെ വേർതിരിക്കുന്ന രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ഉത്തരായന രേഖയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ്, ഉത്തരായന രേഖ കടന്നു പോകുന്നത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ്. 8 സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. 8 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് എന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഏതൊക്കെയാണ് അത് വരുന്നത്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പിന്നെ പശ്ചിമ ബംഗാൾ, പിന്നെ ഏതൊക്കെയാണ്? ത്രിപുര, മിസോറാം. ഇതൊക്കെയാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇതൊക്കെയാണ് എന്ത്? ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ. ഓക്കെ, MT and MGR JCB വാങ്ങി എന്നുള്ള കോഡൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണ് 8 സംസ്ഥാനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി 2 തവണ ഈ ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കിടക്കുന്ന നദിയാണ് മാഹി. ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കിടക്കുന്ന നദി. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കിടക്കുന്ന നദിയാണ് മാഹി. അതേപോലെ തന്നെ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറുള്ള സംസ്ഥാനം ചോദിച്ചാൽ നമുക്കറിയാം ഉത്തരായന രേഖ കടന്നു പോകുന്നത് ഇതാണ്. അതിൽ ഏറ്റവും പടിഞ്ഞാറുള്ളത് ഏതാ? ഗുജറാത്ത്. നമുക്കറിയാം ഏറ്റവും പടിഞ്ഞാറുള്ള സംസ്ഥാനം ഗുജറാത്താണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അതേപോലെ ഉത്തരായന രേഖയ്ക്ക്
ഉത്തരായന രേഖയ്ക്ക് അടുത്ത്, ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം, ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഉദയ്പൂർ ആണ്. ഇതൊക്കെ പണ്ട് ചോദിക്കാറുള്ളതാണ്. ഉദയ്പൂർ ആണ്. എവിടെ? ത്രിപുരയിലെ ഉദയ്പൂരാണ്. ഇനി ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ചോദിച്ചാൽ ഏതാണ്? റാഞ്ചിയാണ്. അതെവിടെയാണ് റാഞ്ചി ഉള്ളത്? ജാർഖണ്ഡിലാണ്. റാഞ്ചി ജാർഖണ്ഡിലാണ്. ഇനി ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഉദയ്പൂരാണ്. തലസ്ഥാന നഗരം റാഞ്ചിയാണ്. ഇനി മെഗാ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ നഗരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അഹമ്മദാബാദാണ്. ഓക്കെ, അപ്പോൾ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്നത് ആരാണ്? ഉത്തരായന രേഖയാണ്. അല്ലെങ്കിൽ ഉഷ്ണമേഖല, മിതോഷ്ണമേഖല എന്നിങ്ങനെ വേർതിരിക്കുന്നത് ഉത്തരായന രേഖയാണ്. കർക്കിടവൃത്തം എന്നറിയപ്പെടുന്ന ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് കടന്നു പോകുന്ന ഏറ്റവും ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരമാണ് ഉദയ്പൂർ. തലസ്ഥാന നഗരമാണ് റാഞ്ചി. മെഗാ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ നഗരമാണ് അഹമ്മദാബാദ്. ഈ ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കിടക്കുന്ന നദിയാണ് മാഹി. ഇത്രയും കാര്യങ്ങൾ ആലോചിക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഭൂമധ്യരേഖയെ കുറിച്ചും കൂടെ നോക്കാം. ഭൂമധ്യരേഖ. ഓക്കെ, അപ്പം ഭൂമധ്യരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനടുത്ത്, ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏതാ? തിരുവനന്തപുരമാണ് തലസ്ഥാന നഗരം. അതേപോലെ തന്നെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ട്രിവാൻഡ്രം തന്നെയാണ്. തലസ്ഥാന നഗരം ട്രിവാൻഡ്രമാണ്. മെട്രോപൊളിറ്റൻ നഗരം തിരുവനന്തപുരമാണ്. അതേപോലെ തന്നെ മെഗാ നഗരം ചോദിക്കുകയാണെങ്കിൽ, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെഗാ നഗരം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ബാംഗ്ലൂരു ആണ്. ഓക്കെ, ബാംഗ്ലൂരു ആണ് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെഗാ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാംഗ്ലൂരു ആണ് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളിൽ പറയാനുള്ളത്. പിന്നെ അതേപോലെ ജസ്റ്റ് അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ്. അത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിവിടെ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കിതൊന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം, ജസ്റ്റ് 2-3 പോയിന്റ്. ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം ഒഡീഷയിലാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാലോ? ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ വൂളാർ തടാകമാണ്, ജമ്മു കാശ്മീർ. ഓക്കെ, വൂളാർ തടാകം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ഇനി ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ എന്നും പറയാറുണ്ട്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന, ഇത് ഒരുപാട് തവണ ചോദിച്ചതാണ്, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചു കഴിഞ്ഞാൽ അതേതാ? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമിലാണ്. കാഞ്ചൻജംഗ സിക്കിം. അതേപോലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? നീളം കൂടിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയാണ്. ഏറ്റവും വലിയ നദി, ഏറ്റവും നീളം കൂടിയ നദി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗംഗയാണ്. അതേപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം ഏതാണ്? വേമ്പനാട്ട് പാലമാണ്. വേമ്പനാട്ട് പാലമാണ്. അപ്പോൾ അത് കുറച്ച് കേരളത്തിലും കൂടി ആയതുകൊണ്ട് അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതും കൂടെ നോക്കി വയ്ക്കുക. ഇത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അടിസ്ഥാന വിവരങ്ങളൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മളോട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ തടാകം ചിൽക്ക, ശുദ്ധജല തടാകം വൂളാർ തടാകം, ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിൽ ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്, സിക്കിമിലാണ്. നീളം കൂടിയ നദി ഗംഗയാണ്. അതേപോലെ നീളം കൂടിയ റെയിൽവേ
പാലം വേമ്പനാട്ട് പാലമാണ്. പിന്നെ ഭൂമധ്യരേഖയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരായന രേഖയെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഉത്തരായന രേഖയിൽ ഉത്തരായന രേഖയിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന ദിവസം ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരായന രേഖയിൽ എന്താണ് സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന ദിവസം എന്നാണ് ജൂൺ 21 ജൂൺ 21 ലംബമായി പതിക്കുന്ന ദിവസമാണ് ജൂൺ 21. അന്നാണ് ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് ജൂൺ 21. അപ്പോൾ ദൈർഘ്യമേറിയ രാത്രിയാണെങ്കിലോ ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്നത് ഡിസംബറിലാണ്, ഡിസംബർ 22. അപ്പോൾ ഈ ജൂൺ 21-നെയും ഡിസംബർ 22-നെയും നമ്മൾ വിളിക്കുന്ന പേരാണ് അയനാന്തങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അയനാന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നില്ലെങ്കിൽ ദൈർഘ്യമേറിയ പകൽ അല്ലെങ്കിൽ ദൈർഘ്യമേറിയ രാത്രി, ഇതിനാണ് നമ്മൾ അയനാന്തങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ സൂര്യപ്രകാശം ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസമാണ് ജൂൺ 21. അതാണ് ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ അവിടെ ദൈർഘ്യം കുറഞ്ഞ രാത്രിയാണ്. ഇനി ദൈർഘ്യമേറിയ രാത്രി അനുഭവപ്പെടുന്നത് ഡിസംബർ 22-നാണ്. ഈ 2 ദിവസങ്ങളെയും നമ്മൾ അയനാന്തം എന്ന് വിളിക്കും. അയനാന്തം ഇതിനെ നമ്മൾ വിളിക്കുക ദക്ഷിണ അയനാന്തം എന്നാണ്. ദക്ഷിണ അയനാന്തം അല്ലെങ്കിൽ ശിശിര അയനാന്തം എന്ന് വിളിക്കും. ദക്ഷിണ അല്ലെങ്കിൽ ശിശിര അയനാന്തം എന്ന് വിളിക്കും. ഇതാണെങ്കിലോ ഇതിനെ നമ്മൾ വിളിക്കും ഉത്തര അയനാന്തം. ഉത്തര അഥവാ ഗ്രീഷ്മ അയനാന്തം എന്നാണ് വിളിക്കുക. ഉത്തര അയനാന്തം അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്തം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇവിടെയാണെങ്കിൽ ദക്ഷിണായനാന്തം അല്ലെങ്കിൽ ശിശിര അയനാന്തം എന്ന് വിളിക്കും. അയനാന്തം ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ പകൽ അല്ലെങ്കിൽ ദൈർഘ്യമേറിയ രാത്രി. അപ്പോൾ ആ ദിവസം ഓർത്ത് വയ്ക്കുക. ജൂൺ 21 ദൈർഘ്യമേറിയ പകൽ. ദൈർഘ്യമേറിയ രാത്രി ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഡിസംബർ 22-നുമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മാത്രമല്ല, ഇനി നമുക്ക് കുറച്ചും കൂടെ ഭാഗങ്ങളുണ്ട്, അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്